ടീച്ചറിന്റെ നിപ്പ് കണ്ടാ അറിയാലോ, വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടെന്ന്. അല്ല, ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. ഞാനൊരു ദോഷം ഉണ്ടാക്കില്ല. വേറൊന്നുമില്ല, അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല. എന്നോടുള്ള പിണക്കം കൊണ്ടാ. ടീച്ചർ വിവാഹത്തിന് സമ്മതിച്ചില്ല, അതുകൊണ്ടാ. അമ്മ പറഞ്ഞോ? എന്തിനാ അമ്മ പറയുന്നത്? ഇതേ അവസ്ഥയെ തന്നെയാ ഞാനും. അവിടെയും അമ്മാവൻ പട്ടിണി സമരം തുടങ്ങിയിരിക്കുക. ഞാൻ വിവാഹത്തിന് സമ്മതിക്കാത്തോണ്ട്. എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല. അമ്മയുടെ നിർബന്ധം തുടർന്നുകൊണ്ടേയിരിക്കും. അല്ല, ടീച്ചർ പിന്നെ അമ്മയോട് സംസാരിക്കുന്ന സൗമ്യമായിട്ടല്ലേ. ഞാൻ ചിലപ്പോൾ അമ്മാവനോട് പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ ദേഷ്യം കാണിച്ച് ഇറങ്ങി പോവുകയും ചെയ്യും. എങ്കിലും തിരിച്ചു വരുമ്പോൾ അമ്മാവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കാര്യം ചോദിക്കുകയും ചെയ്യും. അമ്മ എന്നോട് പിണങ്ങാറൊന്നുമില്ല അങ്ങനെ. വേറെ ആരുടെയും പിണങ്ങി ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നാലും ഞാനൊരു പ്ലേറ്റ് ഭക്ഷണം എടുത്തുകൊണ്ട് അമ്മയുടെ മുന്നിൽ ചെല്ലും. പ്രത്യേകിച്ചൊന്നും പറയില്ല. ഞാൻ വാരി കൊടുക്കുമ്പോ വാ തുറന്നോളും. എന്നിട്ടിപ്പോ ഞാൻ കാരണം തന്നെ എന്നെക്കൊണ്ടത് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ അവസ്ഥ അത് തന്നെയാ. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഞാന് അമ്മാവനോട് എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്നുണ്ടല്ലോ എന്ന്. ഈ പന്തൊക്കെ തട്ടിക്കളിക്കുന്ന പോലെ തട്ടിക്കളിക്കുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ സത്യത്തില് അങ്ങനെയൊന്നും അല്ല. ആ മനുഷ്യൻ എൻ്റെ ദൈവമാ. ഒരു നിസാര കാര്യം പോലും മനസ്സുകൊണ്ട് അമ്മാവന്റെ കാല് തൊട്ടിട്ടല്ലാതെ ഞാൻ ചെയ്യാറില്ല. ഒരു നേരം ആ മനുഷ്യൻ വിശന്ന് കിടന്ന അതിലും വലിയ പാപം ഞാൻ ചെയ്യാനൊന്നുമില്ല. അമ്മയുടെ മുന്നിലേക്ക് ഞാൻ ഒന്നും പറഞ്ഞു ചെല്ലാൻ പറ്റില്ല. ചെല്ലാണെങ്കിൽ അമ്മ പറഞ്ഞ് സമ്മതിക്കണം. ടീച്ചറെ, നമുക്കൊരു കാര്യം ചെയ്താലോ? അമ്മയെ ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മാവനെ ടീച്ചർ ഭക്ഷണം കഴിപ്പിക്കോ? അതൊരു നല്ല ഐഡിയ ആണല്ലോ. പക്ഷേ അത് പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അമ്മയുടെ കാര്യം ടീച്ചർ എനിക്ക് വിട്ടേക്ക്. എനിക്ക് ആ ധൈര്യമുണ്ട്. എങ്കിൽ പിന്നെ അമ്മാവിന്റെ കാര്യം എനിക്കും വിട്ടേക്ക്. അപ്പൊ ഓക്കെ. ഇന്ന് ഞാൻ സുജാതയുടെ മോനും ടീച്ചറ് രാമകൃഷ്ണന്റെ മോളും. ഓക്കെ? ഓക്കെ. കഴിക്കാൻ വയ്യല്ലേ? ഞാൻ ശരിയാക്കി തരാം. എന്നെ കഴിപ്പിക്കാനുള്ള പരിപാടിയാ. ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുകയില്ല. കൊണ്ടുവന്ന് കൺമുന്നി വെക്കട്ടെ, തട്ടി എറിയും ഞാൻ. അവൻ ചോറെടുത്തോണ്ട് എങ്ങോട്ടേ പോകുന്നേ?
ഒന്നുമില്ലേ? ഇതിനകത്തിരുന്ന് മെഴുക്കുരട്ടിയും കൊണ്ടുപോയാ? അയ്യോ, ഇത് എവിടെ കൊണ്ടുപോയത്? ഇതെന്താ പാത്രങ്ങളൊക്കെ ആയിട്ട്? ഈ വയസ്സാവും തോറും അമ്മാവന്റെ കുറുമ്പ് കൂടിക്കൊണ്ടിരിക്കുക. എന്തു പറ്റി? ആന്റിക്ക് അറിയാലോ, ഈ വീട്ടിൽ പാചകം ചെയ്യുന്നതൊക്കെ ഞാനാ. ഒരുവിധം കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ഈ കഞ്ഞിയും കറിയൊക്കെ വയ്ക്കും. പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്ത് വെച്ചാലും അമ്മാവന് പിടിക്കില്ല. ദേ, ഇന്നിപ്പോ വഴക്കുണ്ടാക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ ഈ ഭക്ഷണം ഉണ്ടല്ലോ, അത് വായിൽ വയ്ക്കാൻ പറ്റില്ലെന്ന് അമ്മാവൻ പറയുന്നത്. നിങ്ങൾക്ക് പിന്നെ ഇത്തരം വഴക്കുകളൊക്കെ പതിവാണല്ലോ. അമ്മാവനും മോനും അല്ലല്ലോ നിങ്ങള്, കൂട്ടുകാരെ പോലെയല്ല. അതൊക്കെ തന്നെയാ. എന്നാലും ആക്ഷേപിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? എന്നോട് പറയുക, നീ ഉണ്ടാക്കിയ ഈ ഭക്ഷണം കഴിച്ച് ലോകത്തിൽ ആരെങ്കിലും ഒരാൾ നല്ലത് പറഞ്ഞ ഞാൻ പറയുന്ന പോലെ അമ്മാവൻ കേൾക്കാന്ന്. എനിക്ക് ഓഫീസിൽ ജോലിയുണ്ട്, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം. ഇതൊന്നും അല്ലാതെ പിന്നെ അടുക്കള കാര്യം. കേൾക്കുമ്പോ സങ്കടം തോന്നില്ലേ ആന്റി? ഇതിപ്പോ ചില മരുമക്കളെ അമ്മായിയമ്മയെ കുറിച്ച് പറയുന്നത് പോലെ ആയിപ്പോയല്ലോ. അതെ, അത് തന്നെയാ. അപ്പൊ പിന്നെ എനിക്കും വാശിയായി. എന്നാ പിന്നെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മര്യാദക്ക് അറിയുന്ന ഒരാൾക്ക് വിളമ്പി കൊടുക്കണമല്ലോ എന്ന്. അങ്കിളേ, അവൻ സ്വരം മാറ്റി വിളിക്കുന്ന അല്ല, പത്മമോളാ? അങ്കിളേ, എന്തോ? അങ്കിളേ, അങ്കിളേ. പത്മമോളോ? അങ്കിളിന് എന്ത് പറ്റി? മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. പ്രായമായിട്ട് വരികയല്ലേ മോളെ, ക്ഷീണമൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്കിളിനെ എങ്ങനെ കാണാൻ ഒരു സുഖമില്ല. അങ്കിള് കുളിച്ച് കുട്ടപ്പനായി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഒരു തറവാട്ടുകാരനവരുടെ ഗമയാ. അല്ല, അങ്കിള് ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം ഞാൻ ഒന്നും കഴിച്ചില്ല. അയ്യോ, അതെന്തു പറ്റി? മോളെ, എനിക്കിവിടെ വിളമ്പി തരാൻ ആരുമില്ലല്ലോ. അവനുണ്ടല്ലോ, അവൻ ഞാൻ കഴിച്ചോ ഇല്ലെന്ന് അറിയേ വേണ്ട. ഇപ്പോഴാണെങ്കിലേ അടുക്കളയിരുന്ന ഭക്ഷണം കോരിക്കൊണ്ട് ഒറ്റ ഇറങ്ങിപ്പോക്ക. എങ്ങോട്ട്? അപ്പൊ കൊണ്ടുപോയി കുഴിച്ചു മൂടാനായിരിക്കും. എന്നെ തോപ്പിച്ചല്ലേ പറ്റൂ. അതേ, സത്യത്തില് അങ്കിളിന് വിശക്കുന്നുണ്ടോ? അതിന് ഇവിടെ ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ? അതിനെന്താ, ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കി തരാം. എനിക്കൊന്നും വേണ്ട. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്ക്. എനിക്ക് വേണ്ട. മീൻ ഇരിക്കുന്നുണ്ടോ അവിടെ? മീന് ഫ്രിഡ്ജില് രാവിലെ കൊണ്ടുവന്ന ഇരിപ്പുണ്ട്. അപ്പൊ അതിനകത്ത് പച്ചക്കൊക്കെ തിന്നാൻ പറ്റുമോ? ആരെ പറഞ്ഞത് പച്ചക്ക് എടുത്തു വെച്ച് തിന്നണമെന്ന്? ഒരു 5 മിനിറ്റ് സമയമുണ്ടെങ്കിലേ അത് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നല്ല മുളകിട്ടൊരു മീൻകറി വെക്കാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒരു കുഴമ്പുണ്ടാക്കണം. എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ചേർത്ത് ആ മീൻ അങ്ങോട്ടിടണം. ഒരു മിനിറ്റ് മോളെ, കുടംപുളിയാ നല്ലത്. നല്ല സ്വാദായിരിക്കും. കുടംപുളി എങ്കിൽ കുടംപുളി. എന്നിട്ട് അത് പതുക്കെ ഇങ്ങനെ തിളച്ചു വരുമ്പോ പാകത്തിന് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഉപ്പും മുളകും പുളിയൊക്കെ കൃത്യമാണെങ്കിലുണ്ടല്ലോ, ഒരാള് ഒരു കലം ചോറ് ഒന്നിച്ചങ്ങോട്ട് കഴിക്കും. ആ കറിയിൽ കിടന്ന് കൊടംപുളി ഒന്നങ്ങ് പിടിച്ചാലുണ്ടല്ലോ, മീനിന്റെ മാംസത്തിലേക്ക് അതങ്ങ് വന്ന് കയറും. എന്നിട്ട്
ഒരു കഷ്ണം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പിച്ചിയെടുത്ത് വായിലൊന്നങ്ങ് വെച്ചാലുണ്ടല്ലോ. അല്ല, ഞാൻ എന്തിനാ ഇത്രയ്ക്കൊക്കെ പറയാൻ നിൽക്കുന്ന? അങ്കിളിന് ഒരു മീൻകറി ഇങ്ങ് വെച്ച് തന്നാ പോരെ? അത് പോക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആഹാ. അങ്കിൾ കണ്ടോ, ഞാനിപ്പോ ഒരു മാജിക് ഇവിടെ കാണിച്ചു തരാം. എന്റെ ദൈവമേ, ആകെ വിശപ്പ് കൂടിയല്ലോ ഈശ്വര. ആന്റി ഇതൊന്ന് കഴിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു കറിയില് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആന്റി എന്നോട് പറ. മോനെ, അയ്യോ ഹരി, ദേ ഇക്കാര്യത്തിൽ ഇനി എതിര് പറയാൻ പറ്റില്ല. ആന്റി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. വേറൊന്നും അല്ലല്ലോ, കുറച്ച് ഭക്ഷണമല്ലേ. ആന്റി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറ. കഴിക്കാൻ ആന്റി എന്താ ഒന്നും കഴിക്കാത്ത? അങ്കിളൊന്ന് കഴിച്ചു നോക്കിയേ. ദേ ആന്റി, ഈ തോരനുണ്ടല്ലോ, ഇതാദ്യം ഒന്ന് കഴിച്ചു നോക്ക്. അവിടെ അമ്മാവൻ എനിക്ക് അച്ഛനെ പോലെയാണെങ്കിൽ ഇവിടെ ആന്റി എനിക്ക് അമ്മയെ പോലെയാ. അമ്മയ്ക്ക് മക്കള് വാരിത്തരുന്നതിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഞാനാണെങ്കിൽ എൻ്റെ അമ്മയെ നേരെ ചൊവ്വേ കണ്ടിട്ടില്ല. ആന്റിയെ പോലുള്ളവരെ കാണുമ്പോഴാ ഒരു സമാധാനം. സത്യം പറഞ്ഞ ഞാനിപ്പോ എൻ്റെ അമ്മയുടെ മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇതെന്താ കഴിക്കാതെ എന്നെ തന്നെ നോക്കുന്നേ? വാരി കഴിക്കാൻ മടിയാ? എന്റെ അച്ഛങ്ങനെ പിണങ്ങിയിരിക്കുമ്പോ ഞാൻ കാണിക്കുന്ന ഒരു സൂത്രമുണ്ട്. ഇങ്ങനെ കുറച്ച് മീനെടുത്ത് ചോറിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കും. എന്നിട്ട് വലിയ ഉരുളകളാക്കി അച്ഛനങ്ങ് നീട്ടും. മോള് തന്നെയാണ്.
കഴിക്കാൻ ദേ. മോളെ ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് ഇതാ. ഇനി അവനെ ഭക്ഷണത്തിന്റെ കേമത്വം പറഞ്ഞ് എന്റെ മുന്നിൽ വന്നാണ്ടല്ലോ, ഞാൻ ഇതങ്ങ് പറഞ്ഞു കൊടുക്കും. ഈ കറി ഒന്നെടുത്ത് അവൻ നാവി വെച്ചാണ്ടല്ലോ, കാണിച്ചു പോവും അവൻ. ഇതിന്റെ പേരില് അങ്കിളും മോനും കൂടി തർക്കിക്കാനൊന്നും നിൽക്കണ്ട. അച്ചാർ എന്തെങ്കിലും? എനിക്ക് കറി മതി. മതി. അമ്മാവന്റെ കുറുമ്പ് തന്നെയാ, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചെന്ന് പറയട്ടെ, അപ്പൊ കാണാം അമ്മാവന്റെ ചമ്മല്. ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം വിളമ്പിയപ്പോലും ഇപ്പൊ എനിക്ക് രുചി തോന്നുമായിരുന്നു. എന്താ കാരണമെന്നറിയോ? മോനിപ്പോ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഉരുളി ഉരുട്ടി കൊടുക്കാൻ പറ്റിയില്ല എന്ന്. എന്റെ അടുത്ത് നിൽക്കുമ്പോ അമ്മയുടെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നു എന്ന്. അത് വലിയൊരു കാര്യമാണ്. മക്കള് വാരിത്തന്ന അമ്മമാരുടെ മനസ്സ് നിറയും. മോളെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അങ്കിളിനും മോള് കറിയൊക്കെ വെച്ച് തരണം കേട്ടോ. എന്നിട്ട് എനിക്ക് വിളമ്പി തന്നിട്ട് മോള് കൂടെ ഇരിക്കണം. എന്റെ മോളുടെ കിട്ടാതെ പോയ ഭാഗ്യങ്ങളാണ് ഇതൊക്കെ. അങ്കിൾ, മോളെ ദൈവം ചിലപ്പോഴേ ചിലരെയൊക്കെ നമ്മുടെ അടുത്ത് എത്തിക്കും. നിനക്കറിയോ മോളെ, അങ്കിളിന് ശരിക്കും വയറുതെറിഞ്ഞായിരുന്നു. മതി. വെള്ളം കുടിക്കണം. നിത്യയുടെ ജീവിതത്തിലേക്ക് ഇവൻ തന്നെയാണ് വരേണ്ടത്. ഈ സ്നേഹമാണ് എൻ്റെ മോൾക്ക് വേണ്ടത്. ഹരിക്ക് ഏറ്റവും യോജിച്ച പെണ്ണെ ഇവള. ഹരിക്ക് ചേരുന്ന ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് പത്മയാ. ആ, അമ്മ കഴിച്ചു. അമ്മാവനും കഴിച്ചു. ഈ പരീക്ഷയ്ക്ക് ഹരിക്ക് ഞാൻ മാർക്കിട്ട ഡിസ്റ്റിങ്ഷനാ കിട്ടുക. അമ്മാവന്റെ തീരുമാനത്തിന്റെ കടുപ്പൊക്കെ എനിക്കും അറിയാം. അത് മാറ്റിയെടുത്ത പത്മ ടീച്ചർക്ക് ഡിസ്റ്റിങ്ഷൻ ഒന്നുമല്ല, റാങ്കാ. അതാ എൻ്റെ മാർക്ക്. താങ്ക്സ്. അതിപ്പം ഞാൻ അങ്ങോട്ടും പറയണ്ടേ. എന്തായാലും എനിക്ക് സന്തോഷായി. കുറെ തമ്മി തല്ലി അവസാനം നമ്മൾ ഫ്രണ്ട്സ് ആയല്ലോ.
ഈ ഒഴുകുന്ന പുഴയുടെ താഴെ കിടക്കുന്ന കല്ലുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അത് കൂർത്ത കല്ലുകളായിരിക്കും. പിന്നെ ഈ ഒഴുക്കിന്റെ ശക്തി കൂടുമ്പോൾ പതുക്കെ പതുക്കെ പരുവപ്പെടും. പിന്നെ മിനുസം വയ്ക്കും. അതുപോലെ നമ്മുടെ റിലേഷന് ആദ്യം കൂർത്ത കല്ല് പോലെ, പിന്നെ ഇതാ ഇപ്പൊ പരുവപ്പെട്ട് ഇത്രയും മിനുസത്തില്. കൊള്ളാലോ. കവിയുടെ ഭാവനയൊക്കെ ഉണ്ടോ മനസ്സില്? ഈ പാട്ട് പാടാത്ത കഴുതയില്ലെന്ന് പറയുന്നത് പോലെ കുറച്ചൊക്കെ സാഹിത്യമൊക്കെ മനുഷ്യനിലും ഉണ്ടാവും. പിന്നെ അതിന് നല്ലൊരു അന്തരീക്ഷം വരണം. എനിവേ, നമുക്കിനി നല്ല ഫ്രണ്ട്സ് ആവാം.